ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെടപെടയെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപ്പ് കറിയാണ്. ഒരു 200 ഗ്രാം പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് 2 വിസിലടുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് റെഡിയാക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. കണ്ടോ, 2 വിസിലടിച്ച് പരിപ്പ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വിസിലടുപ്പിച്ചിട്ട് നമ്മൾ എടുത്താലും പരിപ്പ് വേവും. ഞാൻ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു പരിപ്പ്. ഇനി നമുക്ക് ഒരു പാനിൽ മസാല റെഡിയാക്കാം. ഒരുപാട് മസാലയൊന്നുമില്ല. നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു സവാള നീളത്തിനരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്താൽ നമുക്ക് പരിപ്പ് കറിക്കുള്ള മസാല റെഡിയായി. എല്ലാവർക്കും ഒരു 10 മിനിറ്റ് പോലും വേണം, അതിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഉണ്ടോ, ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഇട്ടു, നല്ല വരട്ടി നല്ല ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറവ് മതിയുള്ളവർ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അവിടെ നമ്മൾ സെറ്റാക്കി എടുത്തു. ഇപ്പോൾ സംഭവം റെഡിയായി. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പരിപ്പ് കറി റെഡിയായി കേട്ടോ. നല്ല കിടിലൻ പരിപ്പ് കറിയാണ്. നമുക്കിതിൻ്റെ ഒപ്പം ഒരു മീൻ പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാനിതിൻ്റെ ഒപ്പം തന്നെ ഒരു സിലോപ്പി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള പരിപാടിയായി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. എളുപ്പത്തിൽ നമുക്കിപ്പോൾ തട്ടിക്കൂടൊരു കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ സാധാ പരിപ്പ് പച്ചമുളക് ഇട്ട് വയ്ക്കുന്ന നല്ല, ഇങ്ങനെ ചെയ്ത് വയ്ക്കാൻ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല തീ കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് റെഡിയാക്കാം. ഇനി നമുക്കൊന്ന് മീൻ ഫ്രൈ ചെയ്തെടുത്താലോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പാൻ വെച്ചു, അതിലേക്ക് നല്ല മസാലയ്ക്ക് പറ്റി വെച്ചിരിക്കുന്ന സിലോപ്പി ഇട്ടു. ഇത് വലിയ മസാലയൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ചെയ്തിട്ടുണ്ട്. ഫിഷ് മസാലയും ഒരു പേരിന് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നല്ല സൂപ്പർ സിലോപ്പി പീസാണ്, നല്ല അടിപൊളിയാണ്. പരിപ്പ് കറിയുടെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. ഉണക്കമീനോ അല്ലെങ്കിൽ നല്ല മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പരിപ്പ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിടലിനായിട്ട് നമുക്ക് കഴിക്കാം. നല്ലൊരു 2 കറിവേപ്പില ഇട്ട് വെച്ച് കൊടുത്തു. നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. സൈഡിൽ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് കറി അടിപൊളിയായിട്ട് ഇരിക്കുന്നതുണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ. നമ്മൾ ഈ ചൂടിന് തന്നെ എടുത്ത് നമുക്ക് സെർവിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ കിടലിനായി. പരിപ്പ് കറി സെറ്റ്, അതുപോലെ നമ്മുടെ ഫിഷ് ഫ്രൈയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കിയാലോ. നമ്മൾ ചോറിലേക്ക് ആ പരിപ്പ് കറിയും ഫിഷ് ഫ്രൈയും ഇട്ട് നല്ല ചൂടനെ നല്ല ആവി വറക്കുന്നുണ്ട്. നല്ല കിടലിനാണ്. എന്താ, ചോറിലേക്ക് അങ്ങ് നമ്മൾ പരിപ്പ് കറി ഒഴിച്ചു, ഫിഷ് ഇട്ടു. എന്താ ലുക്ക്, ആവിയൊക്കെ പറഞ്ഞ് നമ്മൾ ചൂടനെ നമുക്ക് മഴക്കാലത്ത് കഴിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.